വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് മുനമ്പം സമരപ്പന്തലിലേക്ക് അണിചേരുന്നത്. നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഈ ലോങ് മാർച്ചിൽ അണിചേരുവാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മുനമ്പം തീരപ്രദേശത്തെ നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് എറണാകുളം ജില്ലാ കമ്മിറ്റി മുനമ്പം ഐക്യദാർഢ്യ ലോങ് മാർച്ച് പള്ളിപ്പുറം മാഞ്ഞിമല ബസിലിക്കയിൽ നിന്ന് ഡോക്ടർ ആന്റണി വാലുങ്കൽ പിതാവ് ഉദ്ഘാടനം ചെയ്തതും NCMJ ജില്ലാ പ്രസിഡന്റ് കോശി ജോർജ് അധ്യക്ഷത വഹിച്ചതുമായ മഞ്ഞുമാത ബസിലിക്ക റവറന്റ് ഡോക്ടർ ആന്റണി കുരിശിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയതുമായ ലോങ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. സമരപ്പന്തലിൽ നടക്കുന്ന സമാപന സമ്മേളനം നമ്മുടെ കാലുകൾ തളരില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അനീതി കൊണ്ട് നിറയുമ്പോൾ നേരും അറിയും ഞങ്ങൾ, കേരളത്തിൽ പൂർവ്വം പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു മുനമ്പം സമരത്തെപ്പറ്റി. അപ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയെങ്കിലും ഒരു പ്രമേയം പാസ്സാക്കണം. പ്രമേയമല്ല പാസ്സാക്കേണ്ടത്. നമ്മൾ 20 പേർ ഒഴിഞ്ഞ 20 പേർ കമ്മിറ്റിക്കാരെങ്കിൽ ആ മുനമ്പത്തിൽ ചെന്ന് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് സാറാണ്. ആ ആഹ്വാനം ആഗ്രഹത്തോടുകൂടി അവരെ വളരെയേറെ മനസ്സിലേറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കോശി സാറിൻ്റെയും സെക്രട്ടറി ബഹുമാനപ്പെട്ട സാംബാസറിൻ്റെയും നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് പള്ളിപ്പുറം പള്ളിയിൽ നിന്ന് തുടങ്ങി മുനമ്പം ചുറ്റി ഇടവഴിയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു ലോങ് മാർച്ച് ലോങ്ങായിട്ട് തന്നെ നടക്കാമെന്നുള്ളത് വളരെ നടന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മുനമ്പം ജനത ഇപ്പോൾ 94 ഏറ്റവും നാണക്കേടാണ് ഒരു സമരം ഹാർട്ടിക്കാകാൻ വന്നു. നിങ്ങൾ സമരസേനാനികൾ അഭിമാനത്തോടും വളരെ സന്തോഷത്തോടും കൂടെ സ്ഥലത്ത് നിന്ന് മാറ്റുപുഴ ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത്. ഇവരെല്ലാ ദിവസവും ഇരിക്കില്ല. ഞാൻ പറഞ്ഞു അവർ 10-15 പേര് എല്ലാ ദിവസവും മാറി ഈ അണ്ണനൊക്കെ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുണ്ടാകും. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്ന നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിട്ടുള്ള നിരവധി പേരുണ്ട്. എല്ലാവരെയും അതുപോലെ തന്നെ ഈ ലോങ് മാർച്ചിന് സ്വീകരണം നൽകിയ സൂര്യ ക്ലബ് അംഗങ്ങളെയും ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ആവേശകരമായ സ്വീകരണം നൽകിയ അഭിമാനത്തോടും ആവേശത്തോടും മുദ്രാവാക്യം നൽകി സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഇന്നത്തെ സമരസേനാനികളെയും യുവ സംസ്കൃതികളെയും
അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സന്തോഷം സമിതിയുടെ കൺവീനർ ജോസഫ് ബെന്നിയെ ക്ഷണിച്ചു. റവന്യാവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി കഴിഞ്ഞ 3 വർഷമായി അധികാരികളുടെ മുന്നിൽ, ഉദ്യോഗസ്ഥരുടെ മുന്നിൽ സാധ്യമായ എല്ലാ രീതികളിലും മുട്ടിവിളിച്ചിട്ടും തുറക്കാതെ വന്നപ്പോൾ കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്, സംസ്ഥാനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് നീതിക്ക് വേണ്ടിയുള്ള ദേശീയ മൂവ്മെന്റ്. നീതി എന്താണെന്ന് നമുക്കറിയാം. ഒരുവന് അർഹതപ്പെട്ടത് കൊടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാന നീതി. ഗിവിംഗ് ഈച്ച് വൺ വാട്ട് ഈസ് ഹിസ് ഓർ ഹെയർ ഡ്യൂ. ഒരുവന് അല്ലെങ്കിൽ ഒരുവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക. എന്തിന്റെ പേരിലാണ് ഈ അർഹത? ഭരണഘടനയാണ് ഇവിടെ സ്വന്തമായി ജീവിക്കുവാൻ, അഭിപ്രായം പ്രകടിപ്പിക്കുവാൻ, സ്വത്ത് സമ്പാദിക്കുവാനൊക്കെയുള്ള അവകാശം നൽകുന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും. അത് മതത്തിന്റെയോ ജാതിയുടെയോ രാഷ്ട്രീയ ആഭിമുഖ്യത്തിന്റെയോ യാതൊന്നും വ്യത്യാസമില്ലാതെ ഓരോ പൗരനും ഭരണഘടന നൽകുന്ന അവകാശമാണ് ഇന്ന് വഖഫ് ആക്ട് എന്ന കിരാതമായ നിയമത്തിന്റെ പേരിൽ വഖഫ് ബോർഡ് കവർന്നെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വഖഫ് ആക്ട് ഭേദഗതി ചെയ്യണമെന്ന് വഖഫ് ബോർഡ് 2019 യാതൊരു വീണ്ടുവിചാരവുമില്ലാതെ, യാതൊരു തത്വദീക്ഷയുമില്ലാതെ, മാനുഷികമായ പരിഗണനയില്ലാതെ ഭരണഘടനയുടെ നിർദ്ദേശങ്ങളെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഏകാധിപത്യത്തോടെ ഏകപക്ഷീയമായി ഇവിടെയുള്ള 610 കുടുംബങ്ങളുടെ ഈ സ്വത്ത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് എഴുതി ചേർത്തിരിക്കുകയാണ്. ഈ കിരാതമായ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഈ ഭരണഘടനാ വിരുദ്ധമായ, ധാർമ്മികതയില്ലാത്ത, നിയമപരമല്ലാത്ത, അന്യായമായ ഈ ഒരു വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിലേക്ക് എഴുതി ചേർത്ത അതിൽ നിന്ന് 610 കുടുംബങ്ങളെയും അവരുടെ റവന്യാവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് ഈ 94-ാം ദിവസത്തിൽ, സമരത്തിന്റെ 94-ാം ദിവസത്തിൽ മുനമ്പത്തിന്റെ പുണ്യഭൂമിയിൽ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഐതിഹാസികമായ ഈ സമരഭൂമിയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, നീതി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകിയെത്തുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലമായി നീതിക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാരിന് മുന്നിൽ, ഇവരുടെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നമ്മളൊക്കെ പല വിധത്തിൽ പലവട്ടം മുട്ടുകയായിരുന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. കർത്താവിന്റെ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. 3 വർഷക്കാലമായി നമ്മൾ മുട്ടിയിട്ടും തുറക്കാത്ത വാതിൽ തുറക്കാൻ വേണ്ടി ഒരു ധർമ്മസമരം ആരംഭിച്ചുകൊണ്ട് നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ആഗോള കത്തോലിക്ക സഭ പ്രത്യാശയുടെ ജൂബിലി ആഘോഷിക്കുകയാണ്. പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല. നമുക്ക് പ്രത്യാശയുണ്ട്, ദൈവത്തിൽ പ്രത്യാശയുണ്ട്, കേരളം ഭരിക്കുന്ന സർക്കാരിൽ പ്രത്യാശയുണ്ട്. നീതി നടപ്പിലാക്കുവാൻ, നിയമങ്ങൾ വിവേചിച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കുവാൻ നിയുക്തരായ ഇവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നമുക്ക് പ്രത്യാശയുണ്ട്. പ്രത്യാശയോടുകൂടിയാണ് ഈ ധർമ്മസമരം 94-ാം ദിവസത്തിലേക്ക് കടന്നു പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 100-ാം ദിവസത്തിലേക്ക് കടക്കും. ഈ 100-ാം ദിവസം ദേശീയ, അന്തർദേശീയ തലങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുവാൻ വേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് 100-ാം ദിവസം ആമുഖത്തിൽ ബഹുമാന്യനായ ജോജോ മനക്കിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സമരം 100 ദിവസം യാതൊരുവിധ പ്രകോപനങ്ങളുമില്ലാതെ സർവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് ഒരു സമരം 100 ദിവസം എത്തിക്കുക എന്നുള്ളത് ആ സമരസമിതിയെ സംബന്ധിച്ച് വലിയ വിജയമാണ്. ന്യായമായ ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ജനത 100 ദിവസം നിലവിളിക്കേണ്ടി വരുന്നു, സമരം ചെയ്യേണ്ടി വരുന്നു എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്, ഉദ്യോഗസ്ഥർക്ക്, സർക്കാരിന് ഒട്ടും ഭൂഷണമല്ല. നീതിപൂർവകമായ, ധാർമ്മികമായ, ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുവാൻ വേണ്ടി ഇതിന്റെ കാര്യങ്ങളെ പറ്റി കൃത്യമായി പഠിക്കുവാൻ